ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രീത്തിങ് എക്സസൈസ്. ഇത് എത്രത്തോളം ഗുണകരമാണ്, ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഹായ് എവരിബഡി, ദ റിയൽ വോയിസ് ഓഫ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അതായത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, ബ്രീത്തിങ് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ടെൻഷൻസ് അല്ലെങ്കിൽ മറ്റുള്ള ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ ബ്രീത്തിങ്, അവരുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി, ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. നിങ്ങൾ പലർക്കും ഒരുപക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബ്രീത്തിങ് ശ്രദ്ധിച്ചിട്ടും പിടുത്തം വിട്ടു പോകുന്ന ഒരവസ്ഥ വരുന്ന സാഹചര്യം ഉണ്ടാവാം. അതായത് ധ്യാനത്തേക്കാൾ നല്ലതാണ് ബ്രീത്തിങ് എന്ന് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ ധ്യാനം വേണ്ട എന്നുള്ളതല്ല, ബ്രീത്തിങ് തന്നെയാണ് സത്യത്തിൽ. ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് ധ്യാനം ഒരു തരത്തിൽ. രണ്ടും വേറെ തലത്തിൽ തന്നെയാണ് ഞാൻ പറയുക. സിമ്പിളായിട്ടുള്ള ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് തികച്ചും സാധാരണക്കാരായുള്ള ആളുകളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആണ് അവരെ ആ വീഡിയോ കാണുന്നവർ, അവർക്ക് ഓരോ കാര്യങ്ങളും, വളരെ വിലപ്പെട്ട ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. വളരെ നല്ല എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഓരോ കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങളൊരു വളരെയധികം ഭയാലുവും പിരിമുറുക്കം, ടെൻഷൻസ് ഇത് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ബ്രീത്തിങ് നിങ്ങളുടെ എത്ര ഫോക്കസ് ചെയ്താലും നിങ്ങൾക്ക് അത് പ്രാബല്യത്തിൽ അല്ലെങ്കിൽ അതൊരു പ്രാക്ടിക്കൽ രീതിയിൽ വരുത്താൻ കഴിയണമെന്നില്ല. കാരണം നിങ്ങളുടെ റിതം അത്രയും വലിയ രീതിയിലേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസകോശം അത്രയും ആ രീതിയിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് സ്റ്റൈൽ ചെയ്യാൻ, നിങ്ങളുടെ ടെൻഷൻസ് കാരണം അല്ലെങ്കിൽ ആ ഒരു ബ്രീത്തിങ് റിതം വളരെയധികം കൂടിപ്പോയി നിങ്ങൾക്ക് കൺട്രോളബിൾ അല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഇവിടെയാണ് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ആയാലും ടെൻഷൻ വരുമ്പോഴും നമുക്ക് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ ഇവിടെയാണ് ധ്യാനം അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസിൽ തുടങ്ങിയാൽ മതി. ഓട്ടോമാറ്റിക്കലി ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കോളും. ഇത് സംഭവിച്ചു പോകുന്നതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇവിടെയാണ് യോഗ തുടങ്ങുന്നതിന് വേണ്ടി പ്രാണായാമം അല്ലെങ്കിൽ ഭസ്ത്രിക പ്രാണായാമം, ഇങ്ങനെയുള്ള പ്രാണായാമത്തിൻ്റെ പ്രാധാന്യം. ഈ ഒരു അവസ്ഥ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ റിതം ഓഫ് ബ്രീത്തിങ് നോർമൽ താളത്തിലേക്ക് എത്താൻ ഓട്ടോമാറ്റിക്കലി സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്ഫുള്ളായി ഇതിനെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു മാജിക്, നമ്മുടെ ഋഷിമാർ ചെയ്തു വെച്ച വല്ലാത്തൊരു മാജിക്കാണ് ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ, നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വളരെ നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതൊരു എൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗം മാത്രമാണെന്ന് കൂട്ടിയാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരും ലോകത്ത് ടെൻഷൻസോ പിരിമുറുക്കമോ മറ്റുള്ള കാര്യങ്ങളൊന്നും അനുഭവിക്കാത്തവരായി ആരും ഒന്നും ഉണ്ടാവില്ലെന്നേ. എല്ലാവരും വളരെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ടെൻഷൻസും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അവർക്കൊക്കെയും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവരും യോഗ മറ്റുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു തുടങ്ങിയാൽ മതി. എല്ലാവരും സൂര്യ നമസ്കാരം, ഫാമിലിയുടെ സ്ട്രെസ്, ഈ പ്രഷർ അത് കാരണമൊന്നും ആരും ചെയ്യേണ്ടതില്ല. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകുന്നതാണ്. ഇതെന്താണ് ഇതിൻ്റെ ആ ഒരു സുഖം കിട്ടുമ്പോഴാണ്, ഇതിൻ്റെ ആ ഒരു യോഗ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഉണർവ് അത് ലഭിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്യാനും നല്ല രീതിയിലേക്ക് എത്താനുള്ള ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇതുപോലുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഹാവ് എ ഗുഡ് ഡേ.